ശരി, ഷിനോജ് ഷംസുദ്ദീൻ തുടരുന്നുണ്ട് ദുബൈയിൽ നിന്ന്. ഷിനോജ്, നമുക്കറിയാം ഏത് ക്രിക്കറ്റ് മത്സരവും ആയിക്കോട്ടെ, ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാണെങ്കിൽ കാണികളുടെ എണ്ണത്തിൽ മറ്റ് കളികളെക്കാൾ അല്ലെങ്കിൽ മറ്റ് മാച്ചുകളെക്കാൾ കൂടുതൽ കാണികളെ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിലും അതിൽ നിന്ന് മറിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ അല്ലേ? അതെ, തീർച്ചയായും അമൃത. നേരത്തെ പറഞ്ഞ പോലെ ടിക്കറ്റുകളെല്ലാം വിറ്റ് കഴിഞ്ഞു. നേരത്തെ ഈ ആദ്യം ആളുകൾ ഉറ്റുനോക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിന് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഈ രണ്ട് ക്രിക്കറ്റ് ടീമുകൾക്കും നിറയെ ആരാധകരുള്ള ഒരു സ്ഥലമാണ് ദുബൈ. അതുകൊണ്ട് തന്നെ ഇന്ത്യ പാക് മത്സരം വരുന്നതോടുകൂടി സ്റ്റേഡിയം നിറയും. ഇന്ന് തീർച്ചയായും സ്റ്റേഡിയം നിറയും എന്നുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോഴും ഷിനോജിലേക്ക് മടങ്ങിയെത്താം. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഷിനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ടിക്കറ്റുകളെല്ലാം തന്നെ നേരത്തെ വിറ്റഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പതിവ് പോലെ തന്നെ എല്ലായ്പ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോഴുണ്ടാകുന്ന അതേ തിരക്ക്, കാണികളുടെ ആ ഒരു അതിപ്രസരം ഇത്തവണയും ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഷിനോജ്, തുടരാം. ഇത് അല്പം മുമ്പാണ് കാണികൾക്കായി വേദി തുറന്നു കൊടുത്തത്. അപ്പോൾ തന്നെ രണ്ട് രാജ്യങ്ങളുടെയും പതാകയുമായി കാണികൾ കൂട്ടത്തോടെ ഈ വേദിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു 3 മണിക്കൂർ കൂടി മത്സരം ആരംഭിക്കാനായിട്ടുണ്ട്. അതിനു മുമ്പേ ഇവിടെ UAE കനത്ത ചൂടിനെ അതിജീവിച്ചും കാണികൾ ഇത്രത്തോളം കൂട്ടത്തോടെ എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഈ മത്സരത്തിന്റെ ആവേശത്തെ വ്യക്തമാക്കുന്നുണ്ട്. ശരി, ഓക്കെ. ദുബൈയിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീനും സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഹരി ഗോവിന്ദുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ